പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊന്ന് രണ്ട് തിരുവചന ഭാഗത്തിലേക്ക് കടന്നു വരാം. കർത്താവ് യേശുവിന്റെ ബന്ധത്തിൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഈ തിരുവചന ഭാഗത്തിൽ കൂടി വ്യത്യസ്തമായിട്ടുള്ള ആലോചനകൾ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരുന്നു. നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കൊരിന്ത്യ പട്ടണം, അതായത് ധാർമ്മികമായി അധപ്പതിച്ച ഒരു പട്ടണമായിരുന്നു. മുഖപര പറഞ്ഞ് ചില കാര്യങ്ങളിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. ധാർമ്മികമായി അധപ്പതിച്ചെന്ന് പറഞ്ഞാൽ ധാരാളം പൈശാചിക ശക്തികൾ താണ്ഡവ നൃത്തം ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഈ കൊരിന്ത്യ പട്ടണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒത്തിരി ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു കൊരിന്ത്യ പട്ടണം. ഡയാനയുടെയും അപ്പോളോയുടെയും ജൂപ്പിറ്ററിൻ്റെയും ക്ഷേത്രങ്ങൾ, പ്രതിമകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഈ കൊരിന്ത്യ പട്ടണം. ദൈവത്തിന് വിദേശികളെ ആകർഷിക്കുവാനായിട്ട് അവിടെ ഒരു പ്രത്യേകം ധാരാളം വേശ്യമാരെ ചെയ്തിട്ടുണ്ട്. അവിടെ ആ സ്ഥലത്ത് ഊട്ടി വളർത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കൊരിന്ത്യ എന്ന് പറയുന്ന ഈ പട്ടണം. കർത്താവിന് സ്തോത്രം, സോദോമിനേക്കാൾ വളരെ കഷ്ടമേറിയ ഒരു അനുഭവമായിരുന്നു. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ധാർമ്മികമായി അധപ്പതിച്ച വളരെ അരാജകത്വം കൊണ്ട് നിറഞ്ഞ മ്ലേച്ഛകരമായ ഒരു അനുഭവമായിരുന്നു ഈ കൊരിന്ത്യ പട്ടണം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ പൗലോസിന്റെ ശക്തമേറിയ ശുശ്രൂഷകൾ മുഖാന്തരമായിട്ട് അവിടെ എന്ത് ചെയ്തു? ദൈവസഭ ഉടലെടുക്കുകയും ആ സഭ സ്വന്തം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ ദുരുപദേശങ്ങൾ എന്ത് ചെയ്യുന്നു? ആ സഭയിൽ അതിനകത്തുള്ളവരിൽ പിശാചികളെ കരങ്ങളെടുത്ത് ദുരുപദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ചില ജനങ്ങളെ വശീകരിക്കുവാൻ ഇടയായി തീർന്നു എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാകുന്നുണ്ട്. നമുക്കറിയാം, ഈ ആധുനിക ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ദുരുപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടമാണ്. ആ ഭാഗത്തിലേക്കൊന്നും ഇന്ന് പകൽക്കാലം പോകുവാനിടയാകുന്നു. ആ കൂട്ടത്തിൽ ശക്തമേറിയ ദുരുപദേശമായിരുന്നു പുനരുത്ഥാനം ഇല്ല എന്ന് എന്ത് ചെയ്തു? അവിടെ സാധുക്കളുടെ ഉപദേശം ആ സഭയിൽ ചിലരെ പിശാച് കയ്യിലെടുത്തിട്ട് ഈ ഉപദേശം ആ സഭയിൽ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോസ്തലൻ പൗലോസ് തന്റെ ഹൃദയത്തിൽ ആഴമേറിയ മുറിവുകളേറ്റ മുഖാന്തരമായിട്ട് താൻ ആ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന പുനരുത്ഥാനം ഇല്ല എങ്കിലോ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്ര എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. എന്റെ സബ്ജക്റ്റ് ഒന്നുമല്ല, ഈ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു. നമുക്കറിയാം, കൊരിന്ത്യ സഭ പഠിച്ചു വരുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകൃപയുള്ള സഭയായിരുന്നു, കൃപാവരമുള്ള സഭയായിരുന്നു, ഒരു കൃപാവരത്തിന് കുറവില്ലാത്തൊരു സഭയായിരുന്നു. ഈ സഭയെന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രവചനമുണ്ടായിരുന്നു, വെളിപ്പാടുണ്ടായിരുന്നു, ദൂതുകൾ ഉണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരെല്ലാം നിലകളിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു ഏത് സഭ? കൊരിന്ത്യ സഭ എന്ന് പറയും. അവിടെ ആ സഭയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ ചില പക്ഷം പിടുത്തം ആ സഭയിൽ എന്ത് ചെയ്തു? കടന്നു വരുവാനിടയായിത്തീർന്നു. നിങ്ങൾക്കറിയാം, ചില പൗലോസിന്റെ പക്ഷക്കാര്, കേബാവിന്റെ പക്ഷക്കാര്, അപ്പല്ലോസിന്റെ പക്ഷക്കാര്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ പക്ഷം പിടുത്തം ആ ദൈവസഭയിൽ കടന്നു വന്ന ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പൗലോസ് വളരെ അസന്നിഗ്ധമായി ആധികാരികമായിട്ട് പറയുന്ന ചില വെളിപ്പാടുകൾ, ചില ആലോചനയാണ് ഇന്ന് പകൽ കമ്പിമാലികത്തിൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ച്, അതായത് സ്തോത്രം ചെയ്യുന്നു, നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് ചില നാളുകൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് ഉയരേണ്ട കാര്യങ്ങൾ, സന്ദേശങ്ങൾ ഞാൻ അറിയിക്കുവാനിടയായിത്തീർന്നു. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ആ വാക്യം വായിക്കാമോ? 13-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച വേഗം വായിച്ച സഹായിക്കണം. സ്തോത്രം. ആ വാക്യം ഒന്നുകൂടി നിർത്തി വായിക്കണം. ഞാന് മനുഷ്യരുടെ ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊന്നും ഇല്ല. അപ്പൊ ഒന്ന് ഓരോ പോയിന്റാക്കി നമുക്ക് വിശദീകരിക്കാം. കർത്താവിന്റെ സ്തോത്രം. സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാരംഭത്തിൽ പാടി സ്നേഹിക്കുന്നേ നമ്മൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവ് എന്താണെന്നറിയാമോ? കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെയാണ് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. സഹോദരന്മാരെ, കാണുന്ന സഹോദരനെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും നമ്മുടെ ജീവിതം ക്രമീകൃതമല്ലാത്ത, അടുക്കും ചിട്ടയുമല്ലാത്ത അമാതൃകയായ ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല. യോഹന്നാന്റെ ലേഖനത്തിൽ എന്താ പറയുന്നത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്?
സ്നേഹിക്കരുത്. സ്തോത്രം ചെയ്യുന്നു. ലോക സ്നേഹത്തെ കുറിച്ച് എന്താണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ മാതൃകയായി നല്ല സാക്ഷ്യത്തോടു കൂടി നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തായി തീരുകയുള്ളൂ, ആ ഒരു നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ശാന്തമായിട്ട് ഓർപ്പിക്കുക. ഒരു ഉണർവ് പ്രസംഗത്തിലേക്കല്ല ഞാൻ വരുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, വിശ്വാസികളായ ഒരു യുവാവും ഒരു യുവതിയും രണ്ടുപേരും വിവാഹത്തിന് തീരുമാനമെടുത്തു. വിവാഹം കഴിഞ്ഞില്ല. രണ്ടുപേരും വിവാഹത്തിനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് ഡേറ്റൊക്കെ എന്ത് ചെയ്ത് ക്രമീകരിച്ചു. അവസാനം ഈ വിശ്വാസിയായ യുവാവ് ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകേണ്ടി വന്നു. യുദ്ധത്തിന് പോകേണ്ടി വന്ന സമയത്ത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പട്ടാളക്കാരൻ, ഈ യുവാവ് തന്റെ വിവാഹം ക്രമീകരിച്ചു വെച്ചിരുന്ന ആ യുവതിയോട് ഈ പട്ടാളക്കാരൻ നിരന്തരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാമായിരുന്നു? കത്തെഴുതുമായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ശക്തമായ യുദ്ധം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരമായ കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് കത്ത് വരാതായ സന്ദർഭത്തിൽ അന്വേഷിച്ചപ്പോൾ തന്റെ യുദ്ധത്തിന്റെ നിലവില് തന്റെ രണ്ട് കൈകളും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടവനായിട്ട് ഹോസ്പിറ്റലായിരുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു കത്ത സഹോദരിക്ക് വന്നത് ഇങ്ങനെയാണ്: രണ്ട് കൈയും നഷ്ടപ്പെട്ടവനായിട്ട് യുദ്ധത്തിൽ വളരെ പ്രയാസത്തിൽ ഞാൻ കടന്നു പോകുന്നു, രണ്ട് കൈയും നഷ്ടപ്പെട്ടവനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, എന്നെ നിനക്ക് സ്വീകരിക്കുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല, രണ്ട് കൈയും ഇല്ലാത്തവൻ. അതുകൊണ്ട് വേറെ ആരെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കുവാനായിട്ട് ആ സഹോദരിക്ക് യുവതിക്ക് കത്തെഴുതുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം ചെയ്യുന്നു. ഈ കത്ത് കിട്ടിയപ്പോൾ സഹോദരി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവൾ എന്ത് ചെയ്തു? യാത്ര ചെയ്ത് താൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ട് കൈയും ഇല്ലാത്ത അങ്ങേ എനിക്ക് മതി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും കർത്താവ് അങ്ങയോട് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞിട്ട് സ്നേഹിച്ച്, കർത്താവിന് സ്തോത്രം, രണ്ട് കൈയും ഇല്ലാത്തെങ്കിലും എനിക്ക് ഭാരമില്ല, ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ അങ്ങയോടൊപ്പം ജീവിക്കുമെന്ന് ആ സഹോദരി തീരുമാനമെടുക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മെ തേടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന, തന്റെ പ്രാണനെ വെച്ച് തന്ന, തന്റെ ശരീരത്തെ നമുക്ക് വേണ്ടി തകർന്ന അവന്റെ സ്നേഹം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞിട്ട് ക്രമീകരിക്കപ്പെടാറുണ്ട്. എന്നോട് നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ സ്വന്തകാല പൗലോസ് വളരെ അസന്നിഗ്ധമായി ആധികാരികമായിട്ട് ഇവിടെ പൗലോസ് കൊരിന്ത്യ സഭയിൽ പറയുന്നു. കർത്താവിന്റെ സ്വന്തം സ്നേഹം എന്തല്ല എന്നാണ് പൗലോസ് പറയുന്നത്. മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞത്? 1 വർഷമൊന്നുമല്ല, സ്നേഹം എന്തല്ല എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. 13-1 വാക്യം കൂടി വായിച്ചായിട്ട്, മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ ഞാൻ സംസാരിച്ചാൽ. എന്താ സ്തോത്രം? ആ വാക്ക് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും പറഞ്ഞാട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടെ നോക്കിയിട്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ ആ ഭാഗം പറയും. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ടെന്നോ, ദൈവത്തെ സ്തുതിക്കേണ്ടെന്നോ, അഭിഷേകത്തിൽ നിറയേണ്ടെന്നോ, ദൈവകൃപ പ്രാപിക്കേണ്ടെന്നോ അല്ല അതിൻ്റെ അർത്ഥം. ആണോ? നിങ്ങൾ എങ്ങനെയുണ്ടോ? അതാണോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിൽ അതല്ല അതിൻ്റെ അർത്ഥം. വളരെ ചിന്തനീയമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നത്. എന്താ പൗലോസ് പറയുന്നത്? ഞാൻ മനുഷ്യരുടെയോ ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും. സ്തോത്രം ചെയ്ത് മനസ്സിലാകുന്നുണ്ടോ? അവർ എഴുതിയിരിക്കുന്നത്, ഞാൻ ഭാവി പ്രവചിക്കുന്നവനാണെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു എങ്കിലും വീര്യപ്രവൃത്തികളൊക്കെ ചെയ്താലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ എനിക്കൊന്നും ഇല്ല. അപ്പൊ സ്നേഹം എന്തല്ല? സ്തോത്രം മനസ്സിലാകുന്നത് നമ്മൾ സ്നേഹം എന്തല്ല? നിങ്ങൾ എന്നോടുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ, ദൈവത്തിന് സ്തോത്രം പറയുകയോ, ദൈവത്തെ ആരാധിക്കുകയോ, ദൈവത്തിന് സ്തുതിക്കുകയോ ചെയ്യുന്നത് അല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതാണോ ദൈവത്തിന്റെ സ്നേഹം? അതിനർത്ഥം അങ്ങനെ അല്ലെന്നല്ല. ഞാൻ പറഞ്ഞ 2 വശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിന് സ്തോത്രം ചെയ്ത് വാക്കും ഭാഷണവും കൂടാതെ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ആരാധിക്കാതെ എന്ത് ചെയ്യരുത്? നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധിയുടെ നടുവിലൊക്കെ കടന്നു വരുമ്പോൾ ഞാനൊരു ഭാഗം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ഒരിക്കലെഴുതി വായിക്കേണ്ട 2-4 വാക്യം പല സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് കഷ്ടങ്ങളിൽ അകപ്പെടുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും, താഴ്ചയിൽ കൂടി കടന്നു പോകുമ്പോഴും, മാനാപമാനത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ വേർതിരിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം പറയേണ്ട സ്ഥലത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവത്തിന് മഹത്വം പറയേണ്ട സ്ഥലത്ത് ദൈവത്തിന് എന്ത് ചെയ്യണം? മഹത്വം പറയണം. എന്റെ സബ്ജക്ട് അതല്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇനി എന്നതെല്ലാം ഇവിടെ ചെയ്താലും
സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അവൻ സ്നേഹം ഇല്ലെങ്കിൽ വീര്യപ്രവർത്തികൾ ചെയ്താൽ, ചില പറയാറുണ്ട്, ചിലർ നമ്മളെ അളക്കുന്നത് എങ്ങനെ, നിങ്ങൾ എന്നെപ്പോലുള്ളവരെ മറ്റുള്ളവരെ അളക്കുന്ന നല്ലൊരു കൺവെൻഷൻ ക്ലാസിക്കൽ നല്ലൊരു പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ദൈവദൂതനെ പോലെ കാണുന്നവരുണ്ട്, ദൈവത്തെ പോലെ കാണുന്നവരുണ്ട്. എന്നോടുണ്ടോ നിങ്ങൾ? സ്തോത്രത്തിൽ ശക്തമായിട്ടൊക്കെ പ്രസംഗിക്കുന്ന അറിയപ്പെടുന്നവരൊക്കെ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിലുണ്ട്. നമ്മൾ അവരെല്ലാം എങ്ങനെയാണ് കാണുന്നത്? ഇതുപോലെ ആത്മീയരായിട്ടുള്ളവരാരും. കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത സന്ദർഭത്തിൽ, ചില ദിവസങ്ങൾക്ക് മുമ്പ്, 1-2 ദിവസങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്ത സന്ദർഭത്തിൽ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്യഭാഷ പറയുന്ന വ്യക്തിയാണ്, സ്തോത്രം ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യും, പ്രവചിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ തന്റെ വായിൽ കൂടി വരുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്താ പറയുന്നത്? സ്തോത്രം ചെയ്യുന്നു. വൃക്ഷത്തെ എങ്ങനെ തിരിച്ചറിയുന്നത്? ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. വൃക്ഷത്തെ എങ്ങനെ തിരിച്ചറിയുന്നത്? ഫലം. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, കർത്താവിന്റെ തിരുമേശം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. സ്തോത്രം ചെയ്യുന്നു. വീര്യപ്രവർത്തികൾ ചെയ്തത് കൊണ്ടോ, അവൻ ഉണർവ് ക്ലാസികനായതുകൊണ്ടോ, നന്നായിട്ട് മെസ്സേജുകൾ പറയുന്നത് കൊണ്ടോ ഒരിക്കലും എന്തല്ല, സ്തോത്രം ചെയ്യുന്നു, ഇതൊന്നും ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റ് മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് ഒരു നിർവചനം ഞാൻ വായിച്ചതാണ്. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് ധരിച്ച് മാറിയിരിക്കുന്നതല്ല സ്നേഹം. മനസ്സിലായ? സ്തോത്രം. ആ വാക്കിനൊക്കെ ഒരുവന്റെ ജീവിതത്തിൽ ഒരു നിർവചനം ഞാൻ വായിച്ചതാണ്. ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റ് മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് നടിച്ച് മാറിയിരിക്കുന്നതല്ല സ്നേഹം. ചിലർ കണ്ടിട്ടുണ്ടോ? ഈ മൂപ്പിച്ചു കൊടുക്കുന്ന ചിലരുണ്ട്. ബാക്കിൽ കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ചിലർ മൂപ്പിച്ചു കൊടുക്കാറുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഇവർ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മനോഭാവത്തിൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്നോട് ഉണ്ടോ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്ന ഞാൻ പറഞ്ഞത്. പക്ഷേ ക്രൂശിക്കപ്പെടുന്ന ആരായിരിക്കും? സ്തോത്രം ഈ എടുത്തുചാടുന്നവനായിരിക്കും. വളരെ സൂക്ഷിക്കണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത വാക്കുകളും സംസാര ശൈലികളും നമ്മുടെ കർണപുടങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്ഷീണിപ്പിക്കുകയും തളർത്തിക്കളയുന്നതുമായ ചില വാക്കുകൾ നമ്മുടെ കർണപുടങ്ങൾ കേൾക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞാട്ട് സ്തോത്രം. സൂസി അറിഞ്ഞോടി, സൂസിയേ നീ അറിഞ്ഞോ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ സൂസി നല്ല ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അമ്മാമ്മയായിരിക്കും. സൂസിയുടെ കാലം എന്ത് ചെയ്യും? ഉറവാണോ? കർത്താവിന് സ്തോത്രം ചെയ്തു. ആ വ്യക്തിയിൽ കൂടി പിശാച് കയറിയിട്ട് നമ്മുടെ ദൈവകൃപ ചോർത്തിക്കളയാൻ, നമ്മളെ മലിനമാക്കുവാൻ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ, നിത്യതയിൽ നിന്ന് അകറ്റിക്കളയാൻ സൂസിയിൽ കൂടി പിശാച് എന്ത് ചെയ്യും? കയറാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? ആരുടെയും വാക്കം ചെയ്യരുത്. പറഞ്ഞിട്ട് ഞാൻ കർത്താവിന്റെ ദാസന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുവാൻ ഇടയായിത്തീർന്നു. കൂടുതൽ പ്രാർത്ഥിക്കണം, കുറച്ച് നിങ്ങൾ സംസാരിക്കണം. മനസ്സിലായോ? കൂടുതൽ പ്രാർത്ഥിക്കണം, കുറച്ചേ സംസാരിക്കാവൂ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ എത്തുവാൻ ചില നിമിഷങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മുടെ നാവിലേക്ക് അടിഞ്ഞാനിട്ട് കർത്താവിന് സ്തോത്രം, മിണ്ടാതിരുന്ന് ദൈവമെന്നറിയുവാൻ. അതാ വേദപുസ്തകത്തിൽ പറയുന്നത്. മിണ്ടാതിരുന്ന് എന്ത് ചെയ്യണം? പറഞ്ഞാട്ട് ദൈവമെന്നറിയണം. അതുകൊണ്ട് എന്താ സ്നേഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ വളരെ ചിന്തനീയമായ കാര്യം ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ ഭാഗം വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നില്ല. ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്റെ അനുഭവം ഞാൻ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ആവർത്തന വിരസതയല്ല പറയുന്നതിന്റെ കാരണം ഈ വചനത്തോടുള്ള ബന്ധത്തിലൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന തന്റെ കൂട്ടുപ്രവർത്തകൻ ഭാവം ചെയ്യുന്നത് തന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം പരസ്യം ചെയ്യുവാൻ ജോൺ ഓസ്റ്റിൻ പരസ്യം ചെയ്യാൻ. ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ട ചേലറിയ വാകത്താനത്ത് ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. ജോൺ ഓസ്റ്റിനോട് പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അദ്ദേഹം മരിച്ചുപോയി, ഒരു അപകടത്തിൽ മരിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്നു. വളരെയധികം ശക്തമായിട്ട് അവൻ ഉപയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ച പ്രിയപ്പെട്ടവരെ? കൂട്ടുപ്രവർത്തകൻ അതായത് പാപം ചെയ്യുന്നത് തന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട ആ സന്ദർഭത്തിൽ പരസ്യ പ്രസ്താവന ചെയ്യുവാൻ, പരസ്യമായിട്ട് പറയുവാൻ തീരുമാനമെടുത്തപ്പോൾ അന്ന് രാത്രി കർത്താവ് തന്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു, നിന്റെ ബ്രദറാണ് ഇത് ചെയ്തതെങ്കിൽ നീ പരസ്യം ചെയ്യുന്നു. അതുകൊണ്ട് നീ അവന് വേണ്ടി എന്ത് ചെയ്യണം? മടങ്ങി വരാൻ നിനക്ക് ആ ദൗത്യം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്താൽ പ്രിയ ദൈവത്തിന്റെ മക്കളെ പരസ്യം ചെയ്യുകയല്ല. പ്രത്യുത ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം ദൈവസന്നിധിയിൽ അവന് മടങ്ങി വരാൻ എന്ത് ചെയ്യണം? പറഞ്ഞ് എന്നോടുണ്ടോ? പ്രാർത്ഥിക്കണം. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കല്യാണം വിരുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഓരോരുത്തർ വന്നപ്പോൾ ചിലരിങ്ങനെ
കഴിക്കാൻ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ചിലർ അവിടുന്ന് വരുന്ന കണ്ടപ്പോൾ ഈ കൂടിയിരിക്കുന്നവർ പറഞ്ഞത് ജിറാഫ് വരുന്നുണ്ട്, പാരസെറ്റമോൾ വരുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്ന മനസ്സിലാകുന്ന കുറുക്കൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കൂടിയിരുന്നവർ പറയും എന്ത് ജിറാഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തോത്രം ചെയ്ത് മറ്റുള്ളവർ വേറെ ആളിനെ കുറിച്ച് പറയുകയാണ് ജിറാഫ് വരുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ തലയിടുന്നവനെയാണ് ജിറാഫ് എന്ന്. അപ്പോൾ ഇരട്ടപ്പേര് വീണതെന്താ? ജിറാഫ്. അപ്പോൾ വേറൊരുത്തനെ കുറിച്ച് ഇരട്ടപ്പേര് വീണു കുറുക്കൻ. കുറുക്കൻ്റെ പരിപാടി എന്താണെന്ന് അറിയാമല്ലോ. വേറെ വ്യക്തിയെ കുറിച്ച് ഇരട്ടപ്പേര് വീണത് പാരസെറ്റമോൾ. പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെഡിസിനാന്നുള്ള കാര്യം അറിയാം, അല്ലേ? നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ മെഡിസിനാ. പക്ഷേ ഒരു കൊച്ചിനെ കളിയാക്കി വിളിച്ചതാണ് പാരസെറ്റ് ചെയ്യുന്ന മോളിനെ ഒരു കൂട്ടി വായിച്ചപ്പോൾ പാരസെറ്റമോൾ എന്നുള്ള ഇരട്ടപ്പേരായി വരുവാനിടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരഥ്യം മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൽ നമുക്ക് സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ സ്നേഹം എന്തല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ എന്തെല്ലാം ചെയ്താലും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സഹോദരനെ സ്നേഹിക്കാത്തവൻ, കൂട്ടുസഹോദരിയെ സ്നേഹിക്കാത്തവൻ, കൂട്ടുസഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റുകയില്ല. കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂട്ടുസഹോദരനെ സ്നേഹിക്കുന്നവനായിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാകുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മടങ്ങി വരുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു കഥയിൽ കൂടി അത് തെളിയിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുത്തൻ വഴിതെറ്റി ഒരു വനാന്തരത്തിലെത്തി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരുത്തൻ വഴിതെറ്റി ഒരു വനാന്തരത്തിലെത്തിയപ്പോൾ ഒരു പ്രതിമ ചിരിക്കുന്നത് കണ്ടു. വഴിതെറ്റി ചെന്നതാ, യാത്ര ചെയ്തപ്പോൾ തെറ്റി വനാന്തരത്തിലെത്തി. അപ്പോൾ ഒരു പ്രതിമ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ തനിക്ക് അതിശയമായി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചിരിച്ചുകൊണ്ടിരുന്ന പ്രതിമ പറഞ്ഞു, ആമേ സ്തോത്രം ചെയ്യുന്നു, നിന്നെപ്പോലെ ഒരു കുള്ളനായിരുന്നു, നിന്നെപ്പോലെ വലിയ സൗന്ദര്യമോ വലിയ വണ്ണമോ പൊണ്ണമോ ഒന്നുമില്ലാതെ വീരവാദം പറഞ്ഞ് വീമ്പിളക്കിൽ നടന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇരയായത്. ഈ പ്രതിമയായി തീരാനുള്ള കാരണം മറ്റേ വ്യക്തിയോട് പറയുവാനിടയായിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രതിമ ചിരിക്കുന്നത് കണ്ടു, സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് താൻ ഓടിയിട്ട് സ്തോത്രം ചെയ്ത് ഓടുന്ന കൂട്ടത്തില് ഒരു മരച്ചുവട്ടില് ഒരു സന്യാസി ധ്യാനിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം സന്യാസിയെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു കാഴ്ച കണ്ടു, ഞാനൊരു ശബ്ദം കേട്ടു, ഒരു പ്രതിമ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, സംസാരിക്കുന്നു പറഞ്ഞു. സന്യാസി ഇത് അറിയുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയോട് കൂടെ ചേർന്ന് പോയപ്പോഴത്തേക്ക് സ്വന്തം പലതും നോക്കി സംസാരിപ്പിക്കാൻ നോക്കി. പക്ഷെ പ്രതിമ എന്ത് ചെയ്യുന്നില്ല, പ്രതിമ സംസാരിക്കുന്നില്ല. അശ്രാന്തം പരിശ്രമിച്ചിട്ടൊന്നും പ്രതിമ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. കോപാകുലനായ സന്യാസി പറഞ്ഞു, നീ ഒരു പ്രതിമയായി തീരട്ടെ. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കൂട്ടിക്കൊണ്ട് വന്ന സന്യാസി ശപിച്ചപ്പോൾ ആ മനുഷ്യൻ എന്തായി മാറി? ഒരു പ്രതിമയായി സന്യാസി അതിൽ വിട്ടുപോയി. എന്നാൽ സന്യാസി പോയപ്പോൾ രണ്ട് പ്രതിമ എന്ത് ചെയ്തു? സംസാരിച്ചു. ആദ്യത്തെ പ്രതിമ ഈ പ്രതിമയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവ് സ്തോത്രം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയാണ്, കേട്ടതോ കണ്ടതോ തെറ്റിദ്ധാരണയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് അല്ല. സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? കേട്ടതോ കണ്ടതോ തെറ്റിദ്ധാരണയിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നതല്ല, അത് ഏഷണിയാണ്. അതുകൊണ്ട് മൗനമായിരിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യണം? മൗനമായിരിക്കണമെന്ന് ആ വ്യക്തിയോട് പറഞ്ഞിട്ട് പറഞ്ഞു, നീ അങ്ങനെ സമ്മതിക്കാമെങ്കിൽ ഞാൻ നിന്നെ മനുഷ്യനാക്കി മാറ്റാമെന്ന് പറഞ്ഞു. ഇതൊരു കഥയാണെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലെ, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ നാവിനെ ഓരോ ദിവസവും സൂക്ഷിച്ച കർത്താവിന്റെ തിരുവേശം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ കൃപ എല്ലാ ആഴ്ചയിലും തിരുവേശം നമ്മുടെ മധ്യത്തിലുണ്ട്. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ തന്നെ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇത് എന്ത് ചെയ്യാം. അപ്പൊ സ്നേഹം എന്തല്ല പറഞ്ഞാട്ട് സ്തോത്രം. സ്നേഹം എന്തല്ല? സ്തോത്രം ചെയ്യുന്നു. പുറമേ ഉള്ളതല്ല സ്നേഹം. മനസ്സിലാകുന്നുണ്ടോ? കാണുന്ന സഹോദരനെ, ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇനി എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ദൈവവചനപ്രകാരം ഞാൻ അംഗീകരിക്കില്ല. സ്വന്തം സഹോദരനെ, കൂട്ടുസഹോദരിയെ, മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്. പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിലും തെറ്റുകളുണ്ട്, തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി മരിച്ച കാൽവരി ക്രൂശില് തന്റെ ജീവനെ തന്നെത്താൻ താഴ്ത്തി, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാതെ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മൂതുകളൊന്നുമല്ല പറയുന്നത്. ബൈബിൾ എന്താ പറയുന്നത്? 59 യെശയ്യാപ്രവചനം 59 അധ്യായം 1 വാക്യത്തിൽ കാണാപ്പാടം പറയാമോ? രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ദൈവവും നമ്മളെ അടുക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മുടെ അകൃത്യങ്ങളാണ്. മനസ്സിലായി? നമ്മൾ വിചാരിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അല്ലേ?
സ്വന്തം നമ്മുടെ കൂടെ നടക്കുന്നൊക്കെ നമ്മുടെ ധാരണ. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഇല്ല. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം. അങ്ങനെ എഴുതിയിരിക്കുന്ന ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവം നമ്മോട് കൂടെ നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടന്ന് അവൻ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച്, അവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ആ വചനപ്രകാരം ജീവിച്ച് അവൻ സ്തോത്രം ദൈവസ്നേഹം നമ്മളിലേക്ക് പകരുമ്പോൾ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ, സഹജീവികളെ സ്നേഹിക്കുവാനുള്ള ആ ഒരു കൃപയായി ദിവസങ്ങൾ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞേ. അപ്പൊ സ്നേഹം എന്തെല്ലാം പറഞ്ഞാട്ട് 13-ാമത്തെ 1-ാമത്തെ വാക്യത്തിൽ പറയും. ഇനി സ്നേഹം എന്താണെന്നാ പറയുന്നത്. 13-ന്റെ 4-ാമത്തെ വാക്യം വായിച്ച് വേഗം വായിച്ചാൽ സ്നേഹം എന്തല്ല എന്ന് പൗലോസ് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചേ, സ്നേഹം എന്താണ് എന്നാണ് പൗലോസ്. സ്നേഹം എന്തല്ല, പ്രകടനങ്ങളുമല്ല സ്നേഹം എന്ന് പൗലോസ് പറഞ്ഞിട്ട് സ്നേഹം എന്താണെന്ന് ഇവിടെ പൗലോസ് പറയുക. എന്താ പറയുന്നത്? അത് ദീർഘക്ഷമയാകുന്നു. പറഞ്ഞേ, ഒരുമിച്ച് പറഞ്ഞേ ആ വാക്യം എങ്ങനെ. ഒന്നുകൂടെ വായിച്ച ആ വാക്യം ഒന്നും കൽപ്പന വേദപുസ്തകമൊക്കെ എടുത്ത് നോക്കുക. അങ്ങനെ സാധനം ഉണ്ടോന്ന് അറിയാനാ. സ്നേഹം എന്താണ്? സ്നേഹം ദീർഘക്ഷമയാകുന്നു. സ്നേഹം എന്താണ് പറഞ്ഞിട്ട്? ദീർഘക്ഷമ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്താ ദീർഘക്ഷമ? ഒരു നിർവചനം ഇങ്ങനെ ഞാൻ പഠിച്ചു. പിറുപിറുക്കാതെ ശാന്തതയോടെ കഷ്ടതയെയും വേദനയെയും അത്യാഹിതങ്ങളും പ്രകോപനങ്ങളും സഹിക്കുന്നതാണ് ദീർഘക്ഷമ. എന്താ പറയുക ദീർഘക്ഷമ? അപ്പൊ സ്നേഹം എന്താണ് പറഞ്ഞിട്ട് പറഞ്ഞേ ദീർഘക്ഷമയല്ലേ. സ്തോത്രം ചെയ്തു. സ്നേഹം എന്തല്ല എന്ന് പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്. സ്നേഹം എന്താണ് പറഞ്ഞിട്ട് പറഞ്ഞേ. അതായത് സ്തോത്രം ദീർഘക്ഷമയാണ് സ്നേഹം. ഈ ദിവസം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാ വിഷയം എന്താ? പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു വലിയ ഉണർവിൽ പ്രസംഗമൊന്നുമല്ല, അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. പ്രിയപ്പെട്ട സ്തോത്രം. ദൈവസനെ ക്ഷമിക്കുവാൻ, അല്ലെങ്കിൽ ദീർഘമായിട്ട് ക്ഷമിക്കുവാൻ മറ്റുള്ളവരോട്. ഒരു ഭാര്യയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഭാര്യ പറയണം, ഈ മനുഷ്യൻ യഥാർത്ഥമായ ദൈവ പൈതലാണെന്ന് ഭാര്യ എന്ത് ചെയ്യണം? ഉറങ്ങുവാണോ? പറയണം. ഹലോ, ഭർത്താവ് പറയണം ഭാര്യയെക്കുറിച്ച്. ഭാര്യയെക്കുറിച്ച് ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവിനെ കുറിച്ച് ആര് പറയണം? പണ്ടൊരു കർത്താവ് ഒരു സ്തോത്രം ചെയ്യുന്നു. ഒരു പാസ്റ്റ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തില് പാസ്റ്റർ മോള് പറയാം, പപ്പ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. സ്തോത്രം. എന്നോടുണ്ടോ നിങ്ങള്? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെയും നമ്മളെ പലതും പറയും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കൈയൊക്കെ അടിച്ച് സ്തോത്രമൊക്കെ പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴെങ്ങനെയാണ് നമ്മൾ ജീവിതം. ഇവിടെയൊക്കെ കോപമൊക്കെ മൂത്ത് കഴിഞ്ഞാൽ മൂക്കിനകത്താ ചില അമ്മാമ്മമാരുടെ കോപം ഇരിക്കുന്നത്. പഴവങ്ങാടി ദൈവസഭ നല്ല ദൈവമക്കളാട്ടോ. സ്തോത്രം. നല്ല ദൈവമക്കൾ. അവരെ വോട്ടിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വീട്ടിൽ അച്ചായനെ മാറ്റി നിർത്തി ചോദിക്കണം അമ്മാമ്മയുടെ സ്വഭാവം ആയിരിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പണ്ട് ചില ബോഡി, അച്ഛൻ്റെ ഡെഡ് ബോഡി കിടന്ന ആ സന്ദർഭത്തിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛൻ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം അടുത്ത് കരഞ്ഞുകൊണ്ടിരുന്ന അമ്മാമ്മ ചിരിക്കാൻ തുടങ്ങി. അമ്മാമ്മക്കറിയാം ഈ പുള്ളി ജീവനോടിരുന്നപ്പോൾ എന്നോട് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും പ്രയാസങ്ങളും ഒക്കെ അമ്മാമ്മക്കറിയാം. വാനോളം പുകഴ്ത്തുന്ന അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് അമ്മാമ്മ എന്ത് ചെയ്തു? ചിരിച്ച ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാകുന്നു. ജീവിതത്തിൽ പ്രായോഗികമായി വരുത്തേണ്ട കാര്യങ്ങൾ. ഞാൻ പിന്നെ വാലല്ല തലയാക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, ഇതൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവകൃപയും പ്രവചനങ്ങളും ദൂതുകളും ആലോചനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആകേണ്ടതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ചില പറയാറുണ്ട്, എന്നിലുള്ള ദൂത് നടക്കാത്ത എന്തുകൊണ്ടാണ്? ദൂത് നടക്കാത്ത നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. പല ദൂതുകളും അതിന്റെ സമാപ്തിയിലേക്ക് എത്താൻ പറ്റാത്തത് നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സ്തോത്രം നമ്മുടെ കയ്യിലിരിപ്പുകളെല്ലാം മാറ്റിക്കൊണ്ട് എന്താ അവിടെ പറയുന്നത്? കർത്താവിന്റെ സ്തോത്രം ചെയ്യും. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? പിറുപിറുക്കരുത്. എന്താ പറഞ്ഞത്? അതിന്റെ ഒരു നിർവചനം പിറുപിറുക്കരുത്. കണ്ടോ? അതിന്റെ പിറുപിറുക്കരുത്, ശാന്തത ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് കഷ്ടതയും വേദനയും പ്രകോപനങ്ങളും സഹിക്കണം. അവ ചെറിയ ചെറിയ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പ്രകോപനങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പ്രകോപിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ സംയമനത്തോടു കൂടി അതിനെ ഡീൽ ചെയ്യുന്ന കൃപയാണ് സ്തോത്രം ദീർഘക്ഷമ. മറ്റുള്ളവർ കോപത്തോടു കൂടി വരുമ്പോൾ നമ്മളും അവരോട് കൂടി കോപിച്ചാലോ, അതിനേക്കാൾ കോപിച്ചാലോ? നിങ്ങൾ എന്നോടുണ്ടോ? ഞാനിങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് അത് സ്തോത്രം വരാത്ത എനിക്കറിയാം.
കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഒരുവൻ കോപത്തോടുകൂടി ക്രോധത്തോടുകൂടി വരുന്ന, അതുകൊണ്ടാണ് പൗലോസും പത്രോസും തന്നെ ലേഖനത്തിൽ പറയുന്നത്, കഴിയുമെങ്കിൽ മൂർഖന്മാർക്ക് പോലും നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ മൂർഖന്മാർ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ആണോ? കീഴടങ്ങിയിരിക്കാനാണ് വേദപുസ്തകം പറയുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ എല്ലാ സ്വഭാവമുള്ളവര് എവിടെ ഉണ്ടായിരുന്നു? അന്നത്തെ എല്ലാ സഭകളിലും, അന്നത്തെ സഭകളിലൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ദേവദാസൻ പ്രസംഗിച്ചത് കടമെടുക്കുകയാണ്. അവൻ മാനസാന്തരം വരേണ്ടത് കടുവായ്ക്കും കരടിക്കും കാട്ടുപോത്തിനുമൊന്നുമല്ല, വീണ്ടും ജനിച്ചവർക്കാണ്. സ്തോത്രം 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 സ്തോത്രം. താഴോട്ട് വരുമ്പോൾ ഞാൻ പറയാം എന്താണെന്ന്. റോമാലേഖനം 8-37 വാക്യം ഒന്ന് വായിക്കാമോ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. അതായത് ഇതിന്റെ നിർവചനം പറയാം. അതായത് നാം ഇവിടെ ജീവിക്കുമ്പോൾ നാം ലോകത്തിലുള്ളവരല്ല. നമ്മൾ എവിടെ ഉള്ളവരല്ല? പറഞ്ഞേ, ലോകക്കാരല്ല. ലോകത്തിലുള്ളവരല്ലെന്നും മറ്റുള്ളവരിൽ നിന്ന് വരുന്ന പ്രയാസങ്ങളിൽ പിറുപിറുപ്പ് കൂടാതെ ശാന്തതയോടെ ക്രിസ്തുവിനെ മാതൃകയാക്കുന്നതാണ് പൂർണ്ണ ജയം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം, നാം ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എവിടെ ഉള്ളവരാ? പറഞ്ഞാട്ട് ഇവിടെ ഉള്ളവരാണോ? ഇവിടെ ഉള്ളവരാണോ? അതോ നിങ്ങൾ പറഞ്ഞ് ഇവിടെ ഉള്ളവരാണോ? പ്രിയപ്പെട്ടവരെ, അല്പ ദിവസത്തെ ജീവിതമല്ലേ നമുക്കുള്ളത്. എത്ര നാൾ, ഞാൻ എപ്പോഴും എന്റെ പ്രസംഗവേദികളൊക്കെ പറയാറുണ്ട്, അല്പദിനം കൂടെ മാത്രമേ നമ്മുടെ ജീവിതമുള്ളൂ. ഇനി എത്ര ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അടുത്ത വർഷം നിങ്ങൾ അതായത് ഈ ഹോളിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയുണ്ട്? അടുത്ത ദിവസങ്ങൾ വരുമെന്ന്, അടുത്ത വർഷം നിങ്ങൾ ഉണ്ടാകുമെന്ന് എന്ത് പ്രതീക്ഷയാണത്? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽ സ്വയം ചോദന ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? എന്താ? നാം ലോകത്തിലുള്ളവരല്ല. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? എന്റെ രാജ്യം, പറ, എന്റെ രാജ്യം ഐഹിക. അങ്ങനെയെങ്കിൽ എന്റെ സേവകരോട് ഞാൻ പോരാടുമായിരുന്നു. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് നോക്കിക്കേ, യൂദാ തീപ്പെട്ടി പന്തങ്ങളും വടികളും ആയുധങ്ങളുമായിട്ട് ഈ കർത്താവിനെ പിടിക്കാൻ വന്ന സമയത്ത്, അങ്ങനല്ലേ? കർത്താവിനെ പിടിക്കാൻ വന്ന സമയത്ത് നമുക്കറിയാമല്ലോ, സ്തോത്രം, ഒറ്റ ദൂതനെ അയച്ചാൽ മതിയായിരുന്നു. കർത്താവ് പറഞ്ഞാൽ പോരായിരുന്നോ ഇവരെല്ലാം ഭസ്മമായി തീരാൻ? പക്ഷെ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? കർത്താവ് അവിടെ തിരിച്ച് പ്രതികരിച്ചോ? ഇല്ല. സ്തോത്രം. കാരണം കർത്താവ് പറയുന്നു, അവൻ പത്രോസിനോട് പറയുന്നു, വാൾ എന്ത് ചെയ്യണം? ഉറയിലിടുക. വാളെടുക്കുന്നവർ വാളാൽ എന്ത് ചെയ്യും? കർത്താവ് പഠിപ്പിക്കുന്ന പാഠം എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്റെ രാജ്യം എന്തല്ല, നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല പ്രിയപ്പെട്ടവര്. അതുകൊണ്ടാണ് ക്രൈസ്തവർക്ക് പീഡനങ്ങൾ വരുമ്പോൾ, മറ്റുള്ള വടക്കേന്ത്യയിലും പല സ്ഥലങ്ങളിലും നൈജീരിയയിലൊക്കെ പീഡനങ്ങൾ വരുമ്പോൾ തിരിച്ച് പ്രതികരിക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ്? പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, ഉറങ്ങുന്ന സിംഹമാണ് ക്രൈസ്തവർ എന്ന്. ക്രൈസ്തവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരും അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. പക്ഷെ ക്രൈസ്തവർ പ്രതികരിക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സ്തോത്രം ചെയ്യുന്നു. അതായത് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? സ്തോത്രം. എത്ര പേര് എന്നോട് കൂടെ സഹകരിക്കുന്നുണ്ട്? നമുക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട. കൂട്ടുസഹോദരന്മാരോട് നമ്മൾ പ്രതികരിക്കരുത്. കോപത്തോടും ക്രോധത്തോടും ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്നാൽ സംയമനത്തോടുകൂടി, ക്ഷമയോടുകൂടി, കർത്താവേ ദീർഘമായ ക്ഷമ എനിക്ക് തരണമേ, ആ കൃപ ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കയറത്തില്ല. ഉറപ്പ് നിങ്ങൾ പോകത്തില്ല. കാരണം ബൈബിൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബൈബിൾ വലിച്ചു കയറുന്നത്. സ്തോത്രം ചെയ്തു. ഒന്നീ കർത്താവ് സത്യം, അല്ലെങ്കിൽ കർത്താവ് അസത്യമാണ്. ഒന്നീ കർത്താവ് പറഞ്ഞിരിക്കുന്ന സത്യം, അല്ലെങ്കിൽ കർത്താവ് അസത്യം പറഞ്ഞു. നിങ്ങൾ ഏതിനാ വിശ്വസിക്കുന്നത്? പറഞ്ഞ കർത്താവ് സത്യമാണ് പറഞ്ഞല്ലേ? സ്തോത്രം. ഞാനാകുന്ന വഴിയും സത്യവും എന്ന് പറഞ്ഞവന്. പോഷ്ടില്ലാത്ത ദൈവം, സത്യമായ ദൈവം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നോട് കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാ. എവിടാ ദൈവരാജ്യത്തിൽ പോകുന്നവരാരാ? പറഞ്ഞിട്ട് എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി അത് ചെയ്തു ഇത് ചെയ്തെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ നിങ്ങളെ ഒരു നാളും എന്ത് ചെയ്യുന്നില്ല? ഒരുമിച്ച് അറിയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നിത്യതയിലെത്തണമെങ്കിൽ, സ്വർഗത്തിൽ നമുക്ക് പോകണമെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും കൂട്ടുസഹോദരന്മാരോടോ അയൽവക്കക്കാരോടോ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ സ്തോത്രം, ഞാൻ മുഖാന്തരം ആരെങ്കിലും ഹൃദയത്തിന് വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബന്ധനമായിട്ട് വെളിപ്പെടും, അതൊരു കെട്ടായിട്ട് വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, അത് വരാതിരിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നത് സ്നേഹം എന്താണ് പറഞ്ഞാട്ട് അത് ദീർഘക്ഷമയാണ്. സ്തോത്രം പറ. അതായത് നാം ഇവിടെ ജീവിക്കുമ്പോൾ നാം എവിടെയുള്ളവരല്ല പറഞ്ഞാട്ട്
ലോകത്തിലുള്ളവരല്ല. മറ്റുള്ളവരിൽ നിന്നും വരുന്ന പ്രയാസങ്ങൾ പിറുപിറുപ്പ് കൂടാതെ എന്ത് ചെയ്യണം? ശാന്തതയോട് ക്രിസ്തുവിനെ മാതൃകയാക്കുക. അതാണ് പൂർണ്ണ ജയം. മനസ്സിലായ ശ്ലോകം 57 സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തില് നമ്മൾ പറഞ്ഞിട്ട് ചില വിഷയങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. നശിപ്പിക്കരുത് എന്ന രാഗം അതിന്റെ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്. തുടങ്ങുന്നതിന്റെ 1-ാമത്തെ വാക്യം 3 നമുക്ക് വായിക്കാമോ? നശിപ്പിക്കരുത് എന്ന രാഗം ദാവീദിന്റെ ഒരു സങ്കീർത്തനം. നശിപ്പിക്കരുത് എന്ന രാഗം എന്ന് പറഞ്ഞ രാഗമില്ല. അതൊരു രാഗമുണ്ടോ? സ്തോത്രം. നശിപ്പിക്കരുതേ എന്ന രാഗം നിങ്ങൾ വളരെ ചിന്തിച്ചു നോക്കിയേ. ഒത്തിരി താളങ്ങളുണ്ട്. പാട്ട് പഠിക്കുന്നവർക്ക് അറിയാം, താളങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇങ്ങനൊരു രാഗം ഇല്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ദാവീദ് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ഈ സങ്കീർത്തനം എഴുതാൻ കാരണം? ശൗലും കൂട്ടരും ദാവീദിനെ പിന്തുടർന്ന ആ സന്ദർഭത്തില് മരുഭൂമിയിൽ കൂടി, അതായത് സ്തോത്രം ചെയ്യുന്നു, ഗുഹയിലും മരുഭൂമിയിൽ കൂടിയൊക്കെ ഓടി ശരണം പ്രാപിച്ച ആ സന്ദർഭത്തിൽ എന്നെ കൊല്ലരുതേ, എന്നെ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആര് ഓടുക? പറഞ്ഞേ എന്ന് പറഞ്ഞാൽ സ്തോത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആരുടെ മുമ്പില്? ശൗലിന്റെ മുമ്പിൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഒന്നാലേ ശൗലിന്റെ ഏത് ആത്മാവാണ്? ഉറങ്ങുവാണോ? ശൗലിന്റെ ഏത് ആത്മാവാ? പറഞ്ഞാൽ അത് പിടിച്ചു നിൽക്കാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭക്തനായ ദാവീദ് എന്ത് ചെയ്യുക? ഓടുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഗുഹയിലും കാടുകളിലും ഒക്കെ മരുഭൂമിയിലും ഒക്കെ താൻ ഓടുമ്പോൾ പാടി ചമച്ച ഒരു സങ്കീർത്തനമാണ് നശിപ്പിക്കരുതേ ഈ 57-ാമത്തെ സങ്കീർത്തനം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇനി നോക്കിക്കേ, ഈ ഗോലിയാത്തിന്റെ മുമ്പിൽ പത്തി മടക്കിയവൻ ആര്? അല്ല, ശൗല്. ഗോലിയാത്ത് വിറപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ശൗൽ എന്ത് ചെയ്തു? പറ്റി, അതായത് വിറച്ചുപോയി. ഗോലിയാത്തിനോട് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം ചെയ്തു. അത് മാത്രമല്ല, ശൗലിനെ ഇടയ്ക്കിടയ്ക്ക് ദുരാത്മാവ് ബാധിക്കുന്ന ആ സന്ദർഭത്തിൽ ദാവീദിന്റെ കിന്നരം തന്റെ ആരാധനയാ എന്താക്കി മാറ്റിയത്? പറഞ്ഞേ ദൈവസഭയെ ഞാനൊരു കാര്യം പറയട്ടെ, ചില പൈശാചിക ശക്തികളും ചില ദുരാത്മാക്കളും ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ ദൈവസഭയ്ക്കകത്തൊരു ആരാധന മനസ്സിലാകുമ്പോൾ ഞാൻ പറഞ്ഞത്, ആരാധന വെളിപ്പെടുമ്പോൾ ചിലതെല്ലാം എന്ത് ചെയ്യും? വിട്ടുമാറും. അപ്പം ഗോലിയാത്തിന്റെ പത്തി താണു അല്ലെ? ശൗലിന്റെ കയ്യിൽ നിന്നും ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നും അതെ ശൗലിനെ ദൈവം വിടുവിച്ചു. അത് മാത്രമല്ല, കർത്താവിന്റെ സ്തോത്രം, ശൗലിന്റെ ദുരാത്മാവ് ഇടയ്ക്കിടയ്ക്ക് ദാവീദിന്റെ കിന്നരത്തിൽ കൂടി ദുരാത്മാവ് വിട്ടുമാറും. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ ദാവീദിനെ ബഹുമാനിക്കേണ്ടതല്ലേ ഈ ശൗല്? നിങ്ങൾ ചോദിച്ചു, ഇത്രമാത്രം ബഹുമാനിക്കേണ്ടതിന് പകരമായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ ചെയ്യുന്നത്? ദാവീദിനെതിരായിട്ട് ഇവിടെ ആര് തിരിയുക? പറഞ്ഞാട്ട് ശൗല് തിരിയുക. സ്തോത്രം. ആമേ. ക്ഷമിക്കേണ്ടതിന് പകരം, ദീർഘമായി ക്ഷമിക്കേണ്ടതിന് പകരം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, തന്റെ രാജ്യം നഷ്ടപ്പെട്ടു പോയ സന്ദർഭത്തില്, ശത്രു ശക്തമായിട്ട് എതിരായിട്ട് നിന്ന സന്ദർഭത്തിലൊക്കെയും ശൗലിനെ രക്ഷിച്ച് ദാവീദിന്റെ മേൽ ദൈവം ജയം കൊടുത്തെങ്കിൽ ദാവീദിനെ ബഹുമാനിക്കേണ്ടതിന് പകരമായിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? പറഞ്ഞാട്ട് ദാവീദിനെ ഓടിക്കുക. ഈ ദൂതൻ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നത്? ഒരു ആത്മീയ ദൂതനിലേക്ക് കൂടെ ഞാൻ വരികയാണ്. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്. നീ ആരാധിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനും ദൈവത്തിന് സ്തോത്രം പറയുന്നവനുമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. സ്തോത്രം ചെയ്യുന്നോ? ശൗല് നിനക്കെതിരായിട്ട് വരും. പക്ഷെ അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാ ശക്തമായി പറയട്ടെ, ഒരുപക്ഷെ ശൗലിന് ക്ഷമയില്ലാതെ വരുമ്പോഴും ദീർഘമായ ക്ഷമയുള്ള ദാവീദ്, ഭക്തനായ ദാവീദ് എന്ത് ചെയ്ത് പറഞ്ഞാട്ട് ഗുഹയിൽ ചെന്നൊരു പ്രാർത്ഥന. എന്താ ദാവീദിന്റെ പ്രാർത്ഥന എന്നറിയാമോ? ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ എന്ത് ചെയ്തു പറഞ്ഞാട്ട് ഈ ശൗലിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എനിക്ക് കഴിയത്തില്ല കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാവീദ് പറയും, അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് വലിയ അപകടത്തിന് മുമ്പിൽ ഞാനായിരിക്കുന്നു, ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഞാനായിരിക്കുന്നു. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ എന്നെ നിന്റെ ചിറകിന്റെ മറവിൽ എന്ത് ചെയ്യണം പറഞ്ഞാട്ട് അവനെ സൂക്ഷിക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് ക്ഷമ. മനസ്സിലാകുന്നുള്ള ഞാൻ പറഞ്ഞത്. പ്രതികാരം ചെയ്തോ ദാവീദ്? പറഞ്ഞേ, ദാവീദിന് ശൗലിനെ കൊല്ലാമായിരുന്നു. ഉറങ്ങിക്കിടന്ന സമയത്ത് ശൗലിന്റെ വസ്ത്രത്തിന് അഗ്രം എന്ത് ചെയ്തു? പക്ഷെ ദാവീദ് അന്നേരം പറയുന്നത് എന്തുവാ? ഈ പൈസയെ കൊല്ലട്ടെ കൊല്ലട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ എന്തുവാ?
അഭിഷേകത്തിന്റെ മേലെ എന്ത് ചെയ്യരുത്? കൈവെക്കരുത്. പ്രതികാരം ആർക്കുള്ളതാ? ഒരുമിച്ച് പറ. പ്രതികാരം ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാ. സ്വത്രം പറ. ചേർന്ന് സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്. അവിടെ ഈ ദീർഘക്ഷമയോട് ആയിരുന്നു പറഞ്ഞാട്ട് ദാവീദിരുന്നു. ദൈവം ചെയ്യട്ടെ. ദൈവം ചെയ്യേണ്ട സമയത്ത് തക്ക സമയത്ത് ദൈവം ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് വെളിപ്പെടും. പ്രതികാരം എനിക്കില്ല. അവൻ താഴ്മയോടും വിനയത്തോടും ക്ഷമിച്ച ദാവീദിനെ പോലെ നമ്മുടെ കർത്താവ് കർത്താവിനെ പോലെ ക്ഷമിച്ച ദാവീദിനെ പോലെ ഈ ദിവസങ്ങളിൽ സ്നേഹം എന്തല്ല എന്താണ്? സ്നേഹം എന്താ പറഞ്ഞാട്ട് ദീർഘക്ഷമ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ദാവീദിന്റെ തന്നെ അനുഭവമാണ്. സ്തോത്രം. കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം ചെയ്യുന്നു. ഒരു സിംഹം എന്ത് ചെയ്തു? ആടിന്റെ മുകളിൽ ചാടി വീണു. ആടിന്റെ മുകളിൽ ചാടി വീണ സമയത്ത് ആ സന്ദർഭത്തിൽ ദാവീദിന്റെ മേൽ എന്ത് വന്നു? പറഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ ശത്രു ചാടി വീണ ആ സന്ദർഭത്തിൽ ആടൊരു ദൈവാത്മാവ് വന്നു. അപ്പൊ ശത്രു നമ്മുടെ മുമ്പിലുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. ശത്രു നമ്മുടെ മുമ്പിലുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ പിശാചുമുണ്ട്. ഹലോ, ദൈവം ഉണ്ടെങ്കിൽ പിശാചുമുണ്ട്. ഏത് സമയത്തും എപ്പോഴും ചാടി വീഴാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വത്രം പറയാൻ പറ്റുമോ? ചേർന്ന് സ്വത്രം പറഞ്ഞാൽ അവൻ ശത്രു നമ്മുടെ മുമ്പിലുണ്ട്. ഏത് സമയത്തും നമ്മുടെ മേൽ ചാടി വീഴാൻ സാധ്യതകളുണ്ട്. മനസ്സിലാകുമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ സന്ദർഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആടെ മേൽ ഇറങ്ങി വന്നു. ദാവീദിന്റെ മേലെ ഇറങ്ങി വന്നു. പ്രിയരെ, ഞാനൊരു കാര്യം പറയട്ടെ. സ്തോത്രം ചെയ്ത് ശത്രു നമ്മുടെ മുമ്പിലുണ്ട്. വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. യോർദാൻ പോലുള്ള അവസ്ഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ചെങ്കടൽ പോലുള്ള അവസ്ഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം ചെയ്ത് മനസ്സിലാക്കും. കഠിനമേറിയ ശോധനയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ നമ്മൾ തളർന്നു പോകരുത്. പ്രത്യേകത നമ്മൾ എന്താ ആ സമയത്ത് ആ ദൈവകൃപ ജ്വലിപ്പിക്കണം. മനസ്സിലായവർക്ക് ഇഷ്ടം. ആ കൃപ എന്ത് ചെയ്യണം പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറയാം. പൗലോസ് തന്റെ നിജപുത്രനായ തിമോഥെയോസിനോട് പറഞ്ഞ കാര്യം എന്താ? നിന്നിലുള്ള കൃപാവരത്തെ നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. അങ്ങനെ ജ്വലിപ്പിക്കണമെന്ന് പൗലോസ് തന്റെ നിജപുത്രനായ തിമോഥെയോസിനോട് പറയണമെങ്കിൽ സ്തോത്രം ചെയ്യുന്നു എന്തോ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ആരുടെയൊക്കെ വാക്കുകൾ, സംസാരങ്ങൾ കേട്ട് തന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ, കൃപാവരത്തിനെതിരെ, പ്രവചനത്തിനെതിരെ, ദൂതുകൾക്കെതിരെ, ആലോചനകൾക്കെതിരെ തന്നെ നിരാശപ്പെടുത്തിയ വാക്കുകൾ കേട്ടുകൊണ്ട് താൻ മങ്ങലേറ്റു. എന്നോടുണ്ടോ നിങ്ങൾ? സ്തോത്രം, സ്തോത്രം. ഞാൻ പറയുന്ന എല്ലാ ദൂതാകട്ടോ. നിങ്ങൾ എന്നെ ഏറ്റെടുക്കാമോ? മങ്ങലേറ്റിരിക്കുന്ന സമയത്താണ് നിജപുത്രനായ തിമോഥെയോസിനോട് പറയുന്നത്, ആരുടെ വാക്ക് നീ കേൾക്കണ്ട, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ഒക്കെ നീ കേൾക്കും. പക്ഷെ നീ എന്ത് ചെയ്ത് തളർന്നു പോകരുത്. തൊട്ട് താഴെ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നീ പ്രാപിച്ചിരിക്കുന്നത്, പിന്നെ ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നീ എന്ത് ചെയ്യരുത് പറഞ്ഞാട്ട് സ്തോത്രം ഒതുങ്ങിയിരിക്കുകയല്ല. പ്രത്യുത കൃപാവരത്തെ എന്ത് ചെയ്യണം പറഞ്ഞാട്ട് പറഞ്ഞ് ജ്വലിപ്പിക്കണമെന്ന് തിമോഥെയോസിനോട് പറയുക. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ നമ്മുടെ ദൈവകൃപ എന്ത് ചെയ്യണം പറഞ്ഞാട്ട് പറഞ്ഞ് ഒന്ന് ജ്വലിപ്പിക്കണം. ശത്രു പ്രബലനായി തീരാതിരിക്കാം. ശത്രു നമ്മുടെ വീടുകളിൽ തേർമാറ്റം നടത്താതിരിക്കാം. നമ്മുടെ തലമുറയിലേക്ക് തേർമാറ്റം നടത്താതിരിക്കാൻ, നമ്മുടെ ഭാവിയിലേക്ക് അവന്റെ ശക്തി വെളിപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാട്ട് പറഞ്ഞ സ്വത്രം. ആ കൃപയിൽ നമ്മൾ എന്ത് ചെയ്യണം? ജ്വലിക്കണം. ഒരു സ്വത്രം പറ. ചേർന്നൊരു സ്വത്രം പറഞ്ഞാട്ട്. എനിക്കറിയാം നിങ്ങൾ ആരും കൂടുതൽ സ്വത്രം പറയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്നു. സ്വത്രം, സ്വത്രം, സ്വത്രം. ദാവീദിന്റെ മേൽ ഈ സമയത്ത് എന്ത് ചെയ്തു? ആത്മാവ് പറഞ്ഞു അല്ലേ? ഇങ്ങനല്ലേ? ദാവീദിന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? അപ്പൊ ഈ ആടവായിലായിരിക്കുന്നേ പറഞ്ഞേ. പല ആടുകളും ആടവായി കിടക്കുക. പക്ഷെ എന്ത് നടക്കുന്നില്ല? ആത്മാവ് വരാത്തോണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യും? പുറകല്ല നിങ്ങൾ പറഞ്ഞു ആത്മാവില്ല. ആത്മാവുണ്ടെങ്കിലേ ഈ വായിൽ നിന്ന് ശത്രു വിട്ടുപോകും. അതിനെന്ത് വരണം പറഞ്ഞാട്ട് പറ. ആത്മാവ് നമ്മുടെ മേൽ വരണം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയില്ല. ആത്മാവ് നമ്മുടെ മേൽ വരണം. അതിനെന്ത് ചെയ്യണം പറഞ്ഞാട്ട് സ്വത്രം. ആരോട് പറഞ്ഞ പോലെ നമ്മളിനി എന്ത് ഭർഷിച്ചാലും ശാസിച്ചാലും പിശാച് വിട്ടുപോകണമെങ്കിൽ നമുക്ക് ആ കൃപ ജ്വലിപ്പിക്കണം. സ്വത്രം പറ. ദാവീദിന്റെ മേൽ ആത്മാവ് എന്ത് ചെയ്തു പറഞ്ഞാട്ട്. അപ്പൊ ഈ ശത്രുവിന്റെ വായിക്കകത്ത് ആരിരിക്കുക പറ.
ആടിരിക്കുക. സ്വന്തം ആരെ വായിക്കകത്തിരിക്കുന്ന പറഞ്ഞാട്ട് ശത്രുവിന്റെ വായിക്കകത്തിരിക്കുന്ന ആടിനെ ആത്മാവിനടിച്ച്. എന്നോട് എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം 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 സ്തോത്രം. ആ ഒറ്റ അടി അങ്ങോട്ട് ആർക്ക് കൊടുത്തു പറഞ്ഞാട്ട്? ആ മാനുഷികമായിട്ട് അടിക്കാൻ ചെന്ന വിവരം അറിയും. ഹലോ സഹോദരി സഹോദരന്മാരെ, മാനുഷികമായിട്ട് അടിക്കാൻ ചെന്ന വിവരം അറിയും. ഒരു സിംഹത്തോട് മാനുഷികമായിട്ട് നിങ്ങൾ നടത്തി നോക്കിക്കേ. മാനുഷികമായിട്ട് സിംഹത്തോട് എടുക്കാൻ പറ്റുകയില്ല. പറ്റുമോ? എന്നോട് സഹകരിക്കുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ ആത്മാവ് അവിടെ വന്നു പറഞ്ഞിട്ട് മാനുഷികമായിട്ട് വിഷയം കൈകാര്യം ചെയ്താൽ വിഷയത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. എന്നോട് ദൈവാത്മാവ് എന്താണെന്ന് വെളിപ്പാട് പറയുന്നത്, മാനുഷ്യമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത കിടക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ സഭയ്ക്കകത്ത് വരാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തമായി പറയട്ടെ. ആത്മാവിന്റെ ശക്തി നിന്റെ നേരം നിന്റെ ഭവനത്തിൽ ശക്തമായി ആയിരിക്കണം. സ്തോത്രം പറ, സ്തോത്രം പറ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എനിക്ക് അറിയത്തില്ല നിങ്ങൾ എത്ര പേര് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ട് കർത്താവ് ആമേൻ സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഒരു കനാന്യ സ്ത്രീ കർത്താവിന്റെ അരികിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാലോ സംഭവം ഇല്ലേ? കർത്താവെ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ ഭാഗം ഒന്നും വിശദീകരിക്കുന്നില്ല. കർത്താവ് തിരിച്ചു പറഞ്ഞ എന്താ? ഒരു വാക്ക് പോലും മിണ്ടിയില്ലാതെ എഴുതിയിട്ടുണ്ട്. അവൾ തിരിച്ചു പ്രതികരിക്കുന്നു. കർത്താവ് പറയുന്നത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത്. അപ്പൊ അവൾ തിരിച്ചു പറയുന്നത്, അതേ കർത്താവ്, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം ഞുറുക്കുകൾ ഭക്ഷിക്കുന്നു. നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാകുമെന്ന് പറഞ്ഞു. എന്റെ സത്യത്തതല്ല, അവൻ മാനുഷ്യമായിട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് അവളെ കുഞ്ഞിന്റെ വിഷയം. ഒരു മാനസിക രോഗി ആണെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് ഏത് ആത്മാവാണ് പറഞ്ഞാട്ട്? ഇതൊരു പൈശാചിക സ്പിരിറ്റ് ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പൈശാചിക സ്പിരിറ്റിനോട് അവൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷയ്ക്കേ പറ്റും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? അഭിഷേകമില്ലെങ്കിൽ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറുകയില്ല. സ്വന്തം പറ, സ്വന്തം പറ. പലരും ആരുടെ വായിക്കകത്തിരിക്കുക പറഞ്ഞാട്ട് പറ. അവൻ സിംഹത്തിന്റെ വായിക്കകത്തിരിക്കുക. സ്വത്രം പറ, സ്വത്രം പറഞ്ഞാട്ട് അവൻ ആ വായിക്കകത്തിരിക്കുന്നതാണ്. തറയിൽ വീഴണമെങ്കിൽ എനിക്കൊരു വെളിപ്പാട് തരുന്നത് ദൈവസഭ ആത്മാവിന്റെ നിലവിൽ അഭിഷേകത്തിന്റെ നിലവിൽ ആരാധനയിലേക്ക് ദൈവസഭ മടങ്ങി വരാമെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലത്തെ പ്രാർത്ഥനകൾ അടിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ആ തലമുറയ്ക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നവരാരാധിച്ചു. നന്നായിട്ട് ആരാധിച്ചു. ചില തലമുറ ശ്രാത്താല വായിക്കകത്തിരിക്കുക. നന്നായിട്ട് ആരാധിച്ച് ദയമെടുക്കണം. ആരും മൗനമായിരിക്കരുത്. ചില തലമുറ സാത്താന്റെ അധരത്തിനകത്ത് വായിക്കകത്തിരിക്കുക. ചില ഭാവി അവന്റെ കരത്തിൽ കിടക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് പോലെ ശക്തമായ വെളിപ്പാട് പറയട്ടെ. ആത്മാവിന്റെ ആരാധന. Yes, 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 yes. Oh, yes. ഏറ്റെടുത്തോ. ചിലരോട് ദൈവാത്മാവ് ഇടപെടുന്നു. ചില തലമുറകളെ അവൻ വശീകരിച്ച് കളയാം. ചില തലമുറകളെ അവൻ അവകാശമാക്കുവാൻ, ഭാവി അവൻ അവകാശമാക്കുവാനായിട്ട് പല വീടുകളും സാത്താന്റെ തലത്തിലിരിക്കുമ്പോൾ, അവന്റെ അകലത്തിനകത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വ്യാപരിച്ചപ്പോൾ ആ സിംഹത്തിനെ അടിച്ചിട്ടതുപോലെ ചില അന്ധകാര മണ്ഡലങ്ങൾ ദൈവസ്ഥാനത്തിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് കാണുന്നു. ചില ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ബന്ധങ്ങൾ അടിയുന്നു. ചില കുടുംബങ്ങളുടെ കെട്ടുകൾ അടിയുന്നു. യേശുവിന്റെ നാമത്തിൽ അതിന്റെ തലമുറയ്ക്ക് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ അടിയുകൊണ്ടിരിക്കുകയാണ്. മാനുഷ്യമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയത്തെ ഇന്നലെ കർത്താവ് പരിഹരിക്കുക. Yes, yes,
Yes, yes, yes. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. എത്ര ദിവസമായി നല്ലതുപോലെ നീ പ്രാർത്ഥിച്ചിട്ട്, എത്ര ദിവസമായി നിന്റെ കുടുംബത്തിൽ നല്ലതുപോലെ ആരാധന വെളിപ്പെട്ടിട്ട്, അവൻ എത്രയോ നാളുകളായി നിന്റെ ഭവനത്തിൽ ആത്മസാന്നിധ്യം വെളിപ്പെട്ടിട്ട്, പരിശുദ്ധാത്മാവ് ശക്തമായി എത്ര നാളുകളായി നിന്റെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെളിപ്പെട്ടിട്ട്, അവൻ നിന്റെ വീടുകളുടെ ഫാസ്റ്റിംഗ് പ്രയർ നടന്നിട്ട് എത്ര വർഷങ്ങളായി, എത്ര നാളുകളായി നീ നിന്റെ ആലോചന പ്രകാരം മാനുഷികമായിട്ടുള്ള ബുദ്ധിയിൽ നീ മുന്നോട്ട് പോയാൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയട്ടെ, ആ നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യുമോ? ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയം കഴിയുന്നില്ല. പതിനെട്ട് മണിക്കൂറുകളോളം ദൈവത്തെ സ്തുതിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. ഏതോ പുറകോട്ട് വലിക്കുന്ന ഒരു വ്യാപാരം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ പല ശക്തമായി പരിശുദ്ധമായ വെളിപ്പാട് പറയട്ടെ. അവൻ സ്തോത്രം ചെയ്യുന്ന സിംഹത്തിന്റെ വായിലിരിക്കുന്ന ആട് ഇതിന്റെ പകൽ ആത്മാവ് ദാവീദിന്റെ മേൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ. ചില രോഗബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ചില കുടുംബങ്ങളുടെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ. നാളുകളായിട്ട് ഭവനത്തോട് കോട്ട പോലെ നിൽക്കുന്ന കോട്ട മതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇടിയട്ടെ. Yes, yes. Yes, 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 yes. ദൈവപ്രവൃത്തിയുടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ചിലരെയൊക്കെ തൊട്ടുകൊണ്ടിരിക്കുന്നത് ദൈവോചനത്തിൽ കൂടി പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. യെസ്, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. യെസ്, യെസ്, ചില വിടുതലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പകൽക്കാലം സിംഹത്തിന്റെ വായിരിക്കുന്ന ആട് തറയിൽ വീഴണം. അവൻ ആടിന്റെ ജീവന് ഹാനികരമാകുവാൻ, ആടിന്റെ ജീവനെ നഷ്ടപ്പെടുത്തുവാൻ, ആടിന്റെ മരണത്തിലേക്ക് തള്ളി വിടുന്ന ഒരു വ്യാപാരം വാപ്പിടരുത്. ജയമെടുത്തോ കേട്ടോ, ജയമെടുത്തോ, ആരും ഉണ്ടാക്കിക്കട്ട, മൗനമായിട്ടിരിക്കുക, ജയമെടുത്തോ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തിയുടെ പകല, ദൈവപ്രവൃത്തിയുടെ പകല, ആ ദൈവപ്രവൃത്തിയുടെ
മരണത്തിലേക്ക് തള്ളിവിടുന്ന ദൈവസഭയോട് ദൈവാത്മാവ് ശക്തമായി വെളിപ്പാട് പറയുകയാണ്. അവൻ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ആടിനെ സിംഹത്തിന്റെ വായിൽ അവൻ അകപ്പെടുന്നത് പോലെ മരണത്തിലേക്ക് തള്ളിവിടുവാൻ തക്കവണ്ണം ആ ദൈവസഭയ്ക്ക് വിരോധമായി അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇതുവരെ ദൈവസഭ ആത്മാവ് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ അടിഞ്ഞു പോകട്ടെ. രോഗബന്ധനങ്ങൾ അടിഞ്ഞു മാറട്ടെ. ചില വീടുകളെ വിലാപ വീട് പോലെ ആക്കി മാറ്റാൻ, മരണ വീട് പോലെ ആക്കി മാറ്റാൻ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ബലപ്പെട്ടോ. Yes, 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 yes. ശങ്കര ശവാരവരവ സിദക്കര ദഗദഗദ ശങ്കര ഉണ്ടച്ചരദഗദഗദ വിട്ടുതരാം. അധികാരം നിന്റെ നാവിനകത്ത, അഭിഷേകം നിന്റെ നാവിനകത്ത. പറ യേശുവിന്റെ നാമത്തിലെ തലമുറ വിട്ടുക. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അവൻ സിംഹത്തിന്റെ വായിരിക്കുന്ന ആടിനെ ആത്മാവിൽ ഇന്ന് പകൽക്കാലം ജയമെടുക്കുക. ആത്മാവിൽ അടിച്ച് ഇന്ന് പകൽ ആത്മാവിൽ ശാസിച്ച് ജയമെടുക്കുക. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വചനം സംസാരിച്ചപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രവചനം നിങ്ങൾ നോക്കാമോ? ആമേ സ്വന്തം ദൈവസഭയ്ക്കകത്ത് ഹാർട്ട് സംബന്ധമായി ആമേ ലിവർ സംബന്ധമായ രോഗിയാക്കി മാറ്റാം. ഇന്ന് പറഞ്ഞ ഈ ദൂതേറ്റെടുക്കുക. ദൈവാത്മാവ് പറഞ്ഞാൽ കള്ളം പറയുകയില്ല. ദൈവവചനം സത്യമേ പറയുകയുള്ളൂ. ഇന്ന് പറഞ്ഞ ദൈവസഭയോട് പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേ സിംഹത്തിന്റെ വായിക്കകത്താണില്ല. അവൻ നിന്നെ വിഴുങ്ങത്തില്ല, തിന്നത്തില്ല. തിന്നുന്നതിന് മുമ്പ് ആത്മാവ് നിന്റെ മേൽ വരട്ടെ, അഭിഷേകം നിന്റെ മേൽ വരട്ടെ, ദൈവകൃപ വരട്ടെ. ജയമെടുത്തോ. ജയമുണ്ട്. ഈ പ്രഭാതത്തിൽ ജയമുണ്ട്. ഈ സൺഡേ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ നിന്റെ ഭവനത്തിൽ നിന്ന് ചെല്ലുമ്പോൾ തന്നെ അവർ അത്ഭുതം നടക്കുന്നു. സ്വന്തം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? മരണം നിലച്ചു കളയുക. ഉടവലകളുടെ സിംഹത്തിന്റെ വായിരിക്കുന്നത് പോലെ
പ്രാണനെ അപകടിച്ചു കളയാൻ വായിക്കകത്തിരിക്കുന്ന ആടിനെ ആത്മാവിന് അടിയാൽ ആത്മാവിന് അടിയാൽ അത് സിംഹം വായിൽ നിന്ന് തലയിൽ കിട്ടും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ പഠന സഭയില് മരണം നിന്നെ പിടിച്ചിട്ടുണ്ട്. മരണത്തിന്റെ വായ്ക്കകത്ത് നീ അകപ്പെട്ടിട്ടുണ്ട്. വാവിളർന്നു നിൽക്കുന്ന സിംഹത്തിന്റെ വായ്ക്കകത്ത് അകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ വിഴുങ്ങത്തില്ല, തിന്നത്തില്ല. അതിന് മുമ്പേ ദാവീദിന്റെ ദൈവാത്മാ ചിലത് മാറിപ്പോകട്ടെ, ചിലത് ഒഴിഞ്ഞു പോകട്ടെ, ചിലത് ഒഴിഞ്ഞു പോകട്ടെ. കുഞ്ഞാടിന്റെ രക്തം കാട്ടിലും കുറുമതിലും പുരട്ടിയപ്പോൾ സന്താനം വിട്ടുപോയതുപോലെ ഇന്ന് മകൾ യേശുവിന്റെ രക്തം ഇന്ന് പകൽക്കാലം നിന്നത്. Yes. Yes. Yes, yes. Shababa. Yes. Jayonda, Jayonda. Adama, Shantara, Dabala. Udamtara, Dabala. Shantara, Udamtara, Dabala. Udabala, Shabala, Shantara, നല്ല അവസരമാണ് നിങ്ങൾക്ക് തരുന്നത് പ്രിയപ്പെട്ടവരെ. ഈ ആരാധന നല്ലൊരു അവസരമാണ്. ഈ സഭയ്ക്ക് ആത്മീയ സന്തോഷം നല്ലൊരു അവസരമാണ്. പരിശുദ്ധാത്മാവിലേക്ക് വെളിപ്പെടുത്തുന്നത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞാടിന്റെ രക്തം നിന്റെ മേൽ വരട്ടെ. കുഞ്ഞാടിന്റെ രക്തം സ്തോത്രം. ആത്മാവിന്റെ അടിയാൽ എന്ത് സംഭവിച്ചു? നിങ്ങൾ ആരാധിക്കുന്ന ഓരോ ആരാധന അടിയാകും. വായും തുറക്കാതെ കയ്യും അടിക്കാതിരുന്നാൽ ശരിക്കും അടി വീട്ടിൽ മേടിച്ചു വരും. നിന്റെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ വായും തുറക്കത്തില്ല, സ്വോത്രവും പറയത്തില്ല, അവൻ ശബ്ദം എടുക്കാതിരുന്ന അടി പാർസലാട്ടിന്റെ വീട്ടിൽ വീട്ടും. എന്നോട് ദൈവാത്മാ പറയുന്നു. സ്വന്തം വെളിപ്പാടായിട്ട് ഞാൻ പറയുകയാണ്. വാ തുറക്കേണ്ട സമയത്ത് വാ തുറക്കണം, സ്വത്രം പറയേണ്ട സമയത്ത് സ്വത്രം പറഞ്ഞില്ലെങ്കിൽ ആട്ടി പാർസലാട്ടിന്റെ ഭവനത്തിൽ വരെ അത് വരാതിരിക്കുവാനായിട്ടാണ് പകൽക്കാലം പറയുന്നത്. അവൻ സ്വത്രം തറയിലത് വീഴണം. എത്ര കണ്ടാലും പഠിക്കാത്ത ചിലതിരിപ്പുണ്ട്. എത്ര സംഭവിച്ചാലും പഠിക്കാത്ത ചിലത്. എന്ത് സംഭവിച്ചാലും അത് പഠിക്കാത്തത്. സ്വത്രം എന്താ എന്താ ബഹളമല്ലേ? എന്നാ ശബ്ദം. ഈ ശബ്ദത്തിലാ നീ ജീവിച്ചിരിക്കുന്നത്. സ്വത്രം പറ, സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്. അവൻ വായിക്കകത്തിരിക്കുന്ന സിംഹം തറയിൽ വീഴണം. അതെന്നെ അടിച്ചേ പറ്റും. ആത്മാവ് നിന്റെ മേൽ വരണം. സ്വത്രം, സ്വത്രം, സ്വത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തോത്രം 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 സ്തോത്രം. ഈ ദൂത് എന്താ വെളിപ്പെടുത്തുന്നത്? സ്തോത്രം. എന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. അടിച്ചടിയിൽ എന്ത് ചെയ്തു? സിംഹം തറയും, സോറി, അവൻ ആട് സിംഹത്തിന്റെ വായിൽ തറയും. നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ സമ്മതിച്ചോ? ഇനി ഈ സിംഹം ആഴമേല നിൽക്കുന്നത് പറയാമോ? അടിച്ചടിയില് സിംഹത്തിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്തു പറഞ്ഞാട്ട് ഈ സിംഹം ആർക്കെതിരെ തിരിഞ്ഞു? സ്വത്രം. ഇത് ശാസിച്ചവനെതിരെ തിരിഞ്ഞു. സ്വത്രം സ്വത്രം പറ. സ്വത്രം പറഞ്ഞാട്ട് സ്വത്രം പറഞ്ഞാട്ട് അവൻ ഇറക്കി വിട്ടവനെതിരെ തിരിഞ്ഞു. സ്വത്രം സ്വത്രം. എനിക്ക് അറിയുന്നില്ല പരിശുദ്ധാത്മ പറയുന്നത് അവൻ സ്വത്രം ചെയ്യുന്നു. നിന്റെ ശുശ്രൂഷയില്, നിന്റെ പഠനത്തില് അവൻ അനേകർക്ക് വിടുതൽ കിട്ടുമ്പോൾ അടുത്തത് ലക്ഷ്യം പ്രാർത്ഥിക്കുന്നവരെയാണ്, ആരാധിക്കുന്നവരെയാണ്, അഭിഷേകമുള്ളവരെയാണ്. ദൈവസഭ മടക്കി വരണം. ദൈവസഭയുടെ ബുദ്ധിയുടെ ആരാധന കളയണം. ബുദ്ധിയുടെ പ്രമാണം അവസാനിപ്പിക്കണം. ദൈവസഭ വളരാൻ ഒറ്റമാർക്ക് ദൈവസഭ ആത്മാവിന്റെ പ്രമാണത്തിൽ വരണം. ദൈവസഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണം. ചില പൈശാചിക കോട്ടകൾ തകരണം. ചില അന്ധകാര മർഗ്ഗങ്ങൾ അഴിയണം. ദേശത്തിന്റെ കോട്ട തകരുവാൻ ഇന്ന് ദൈവസഭ, ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ മടങ്ങുക. അല്ലെങ്കിൽ നാട്ടിലെ കുടുംബത്തിൽ വീടാണ് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട്. വായിക്കകത്തിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിൽ ആത്മാവിൽ തറയിട്ട് ജയത്തോടെ മുന്നോട്ട് പോകാം. കുഞ്ഞു കളിക്കരുത്. തമാശയായിട്ട് ക്രിസ്ത്യനെ നയിക്കരുത്. തമാശയായിട്ട് വരരുത്. സ്വത്രം. ആരാധനയ്ക്ക് തമാശയായിട്ട് കാണരുത്. സ്വത്രം. ഗൗരവമായിട്ട് നീ കാണുക. സീരിയസ് കൂടെ. ആത്മീയകാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൂടെ. ആത്മീയകാര്യങ്ങൾക്ക് വളരെ അവ പ്രാധാന്യം കൊടുക്കുക. ആഴ്ച ഒരു ദിവസത്തെ ആരാധന കൊണ്ട് നീ ഒതുങ്ങരുത്. ആഴ്ച ഒറ്റ ദിവസമല്ല. ശത്രുവിന്റെ കുടുംബത്തിൽ വാഴാതിരിക്കുവാൻ, അവന്റെ ശത്രുവിന്റെ വായിക്കാതിരിക്കുവാൻ ആഴ്ചയിൽ ദൈവത്തിന്റെ പാദപീഠം വിട്ട് അങ്ങോട്ട് മാറിപ്പാൻ അവിടുത്തെ പാദപീഠം മതിയപ്പ. അവിടുത്തെ പാദപീഠം മതിയപ്പ. സ്വർഗം അവിടുത്തെ സിംഹാസന, ഭൂമി അവിടുത്തെ പാദപീഠം. ആ പാദപീഠത്തെ ആത്മാവിൽ ദർശനായി ജീവിപ്പാൻ ആത്മാവിൽ ദർശനായി ജീവിപ്പാൻ സ്നേഹമെന്തല്ല, സ്നേഹം എന്താണ്? അവരോട് ചേർന്നപ്പോഴാണ് ദൈവാത്മാവ് നീ നൽകിക്കൊണ്ടുവന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ്. പാവങ്ങൾ ദൈവത്തിന്റെ ഏറ്റുപറഞ്ഞു. അവന്റെ പുത്രനായ യേശുവിന്റെ തങ്ക ചോദ്യാൽ കഴിവ് പ്രാപിക്കുവാൻ ഇത് പറഞ്ഞിട്ടുണ്ട്.